പ്രാവശ്യം പിന്നെ ഞാനൊരു കുറേ കാലങ്ങളായിട്ട് പോകുന്നുണ്ട് അവിടെ. 10 വർഷമായിട്ട് ഇങ്ങനെ പോകലുണ്ട്. വലിയ തങ്ങളുണ്ടാകുമ്പോഴൊക്കെ പോയി. ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഒരു ചെങ്ങലട്ട ആളെ കാണുന്നതേ. ആദ്യമായിട്ട് പാണക്കാട് ചെല്ലുമ്പോൾ അതിൽ പിന്നെ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ ചെങ്ങല കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് അലിക്കുട്ടിയാക്കൊക്കെ ഉണ്ട്. അപ്പോൾ തങ്ങൾ പറഞ്ഞു കാണണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ തിരക്ക് പഴയ പേരല്ലേ. അതെ, ആൾക്കാർ ചുറ്റുപാടും കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഒന്ന് അപ്പോൾ ആദ്യമായിട്ട് എനിക്കില്ല അനുഭവം അതാണ്. അപ്പോൾ പിന്നെ ഞാൻ ഏട്ടൻ സുഖമില്ലാതായിട്ട് കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് ഒന്നും പിന്നെ സുഖം ഒരിങ്ങനെ ഒരു കച്ചറ ഉണ്ടായില്ലേ, കുറേ നിഫാനായിട്ട് ഒരു കച്ചറ ഉണ്ടായിട്ട് അന്ന് ഒരു പിന്തായി. അന്ന് എനിക്ക് പിന്തുണ കച്ചവടം ഉണ്ടല്ലോ. അപ്പോൾ അതിന് ചികിത്സ കുറേ ചെയ്ത് അങ്ങനെ പിന്നെ ഓരോ വിഷമങ്ങൾ കൂടി അങ്ങനെ കുറേ സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെ നിന്നൊന്നും പിന്നെ ഇത് നമ്മളിപ്പോൾ നമ്മളെ കുടുംബത്തെ പറ്റി ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ദൈവികമായിട്ട് ഒരു ഇത് കിട്ടിയ മാതിരി എനിക്ക് തോന്നി. അതിൽ അപ്പോൾ നല്ലൊരു വീട്ടിൽ പോകാമെന്ന് ഇല്ല ഇതിൽ ഞാൻ അവിടെ പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴും കണ്ടത് ഇങ്ങനെ ഒരു വിഷമമാണ്. അതിലെനിക്ക് സങ്കടം വന്ന് അങ്ങനെ അപ്പോൾ പിന്നെ അത് ചെങ്ങല കഴിക്കാനൊക്കെ പുറപ്പെട്ടിരിക്കണം. ഫസ്റ്റിലെ തുടക്കാതാണ്. അപ്പോൾ എനിക്ക് ഓരോന്നിങ്ങനെ അവിടുന്ന് തങ്ങൾ ഓരോന്ന് ചോദിക്കും പറയും. അതിനൊന്ന് എന്താ ആവശ്യം എന്നൊക്കെ എന്നോട് ചോദിക്കുകയോ ചെയ്തു. അപ്പോൾ എനിക്ക് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, എനിക്കതാണ് ആഗ്രഹം. കാരണം പിന്നെ വേറെ പറയാം. അപ്പോൾ കുറേ അനുഭവങ്ങൾ അങ്ങനെ ഫസ്റ്റിലുണ്ടായി അവിടുന്ന്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് ഉറപ്പാണ് പൂർവികരായിട്ട് അച്ഛന്മാരൊക്കെ ആയിട്ടുള്ള ഇത് അവിടെ ഉണ്ടാവും. പിന്നെ എന്നില്ല മനസ്സിലായി. പിന്നെ എൻ്റെ കുട്ടികളൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോയിക്കണം. കുട്ടികൾക്കൊക്കെ തങ്ങൾ എന്തെങ്കിലും കൊടുക്കൽ ഉണ്ട്. പിന്നെ അങ്ങനെ ഇപ്പോൾ അവിടെ ബന്ധപ്പെടാൻ കാരണം അപ്പോൾ നമുക്കിപ്പോൾ അതൊക്കെ പറഞ്ഞിരിക്കാന്നല്ലാതെ ഒന്നും അനുഭവമില്ലല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞെല്ലാം എന്തായി പിന്നെ ഇങ്ങനെ നിങ്ങൾ എവിടെ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാപ്പിലിങ്ങനെ പള്ളിപ്പടി ആണ് വീട്. പിന്നെ കുഞ്ഞാൻ്റെയൊക്കെ പിന്നെ അത് പിന്നെ നമ്മളിപ്പോൾ മരിച്ച തങ്ങൾ ഇവിടെ വന്നല്ലോ, കുഞ്ഞാൻ്റെ അവിടെ കുടിയിരിക്കലിന് വന്നോന്ന് ചോദിച്ചു. നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുഞ്ഞാൻ്റെ അയൽവാസിയാണെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പരേറ്റും അന്ന് അപ്പം ഇത് പറഞ്ഞു വലിയ ആൾ മരിച്ചെന്ന് കാപ്പിന്ന് പിന്നെ വേലായുധനുള്ള അവിടെ വന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഈ കുട്ടികൾ ഇങ്ങനെ ഓരോ ചോദിച്ചു. അപ്പോൾ എവിടെ വീട് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ എപ്പോഴും അലവി കുട്ടികളൊക്കെ ഞാൻ അവിടെ ചെന്നാൽ മൂപ്പര് പിന്നെ പരിചയപ്പെടുത്തി തരിക. അവിടെ ചെന്നാൽ എത്ര തിരക്കുണ്ടെങ്കിലും ഇന്നെ വിടും. പിന്നെ ഇന്നെ തങ്ങളത്ത് അകത്തേക്ക് എന്നെ കൊണ്ടുപോയി പിന്നെ ചെക്കാനാവുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂപ്പര് പറഞ്ഞങ്ങനെ വിടി. പിന്നെ ഇപ്പോൾ സിറ്റിസണിലൊക്കെ വരുമ്പോഴൊക്കെ അടുത്തായിട്ട് എല്ലാ ഇതും ഇതുണ്ട്. അല്ല പോല് പറഞ്ഞാൽ നമ്മളെ ആ സ്നേഹത്തിൻ്റെ ഇതിൽ അങ്ങനെ പോണതാണേ. അതിപ്പോൾ എന്തെങ്കിലും അത് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കണമെന്ന് നിർബന്ധമൊന്നും അങ്ങനെ ഇല്ലല്ലോ. ഓണൊക്കെ പ്രമാണിച്ച് അവിടെ നല്ല ഇത് പോവുക. ഇപ്പോൾ നമ്മൾ അയൽവക്കാരൊക്കെ നമ്മൾ വിളിക്കലുണ്ട്. കുട്ടികളൊക്കെ വന്നിട്ട് ഇവിടെ ആ കുട്ടികളൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഓണമൊക്കെ കൊണ്ട് പോകലുണ്ട്. അത് ലോകത്തിൻ്റെ ഭാഗമാണ്. വേറെ ഇപ്പം അത് വേണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. ഇപ്പം മുക്കാട്ടിൽ വരും. പിന്നെ അതേമാതിരി ചിലക്കട പൂട്ടി നമുക്ക് പറ്റിയ കുട്ടികളൊക്കെ വിളിക്കലൊക്കെ ഉണ്ടാവും. അത് അങ്ങനെ ഇപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെ ഒരു ഓണത്തിനൊക്കെ വന്ന് അങ്ങനെ കഴിഞ്ഞ് പോവും. അതേമാതിരി നമ്മൾക്ക് പോകേണ്ട പിന്നെ ഇതുണ്ട്. അപ്പോൾ അവിടെ നിന്നൊന്നും ഇപ്പം ഇങ്ങോട്ട് വരില്ലല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ പോയി അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ പണക്കാട് പോണ കാര്യമാണല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഓണത്തിനോട് ബന്ധപ്പെട്ട് ഒന്ന് പോവും. ചിലപ്പോൾ കൊലത്തുംകുളത്തിലും പോവും, ഉത്സവമൊക്കെ പോവും, മൂക്കാട്ടിലൊക്കെ വിളിക്കും. അങ്ങനെയൊക്കെ പിന്നെ ഇപ്പോൾ എല്ലാവരും അങ്ങനെ വിളിച്ചാലും വരില്ല. അതൊക്കെ ഇതിൻ്റെ നമുക്കൊരു സന്തോഷത്തിൻ്റെ ഇതാണ്.